എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ CRPF? ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയും പിന്നെ നാച്ചുറൽ കലാമിറ്റീസ് ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഫോഴ്സാണ്. ഈ പരിശീലനം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്ന എവിടേക്കാണ്? ഞാൻ ആദ്യം പോകുന്നത് മിസോറാമിലേക്കാണ്. സമുദായങ്ങൾ തമ്മിൽ വഴക്ക് ഒത്തിരി പേര് കൊല്ലപ്പെട്ടവരെ എല്ലാം കൂടെ പെട്ടെന്ന് കൊണ്ട് ഒരു വലിയ ഷെഡിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് എടുത്ത കൂട്ടത്തിൽ നിന്ന് ഈ 3 പേര് ജീവനോടെ തിരിച്ചു വന്നു. പഞ്ചാബിൽ ചെന്ന് അമൃത്സർ ഡിസ്ട്രിക്റ്റ് ഒരു തറൻതാറൻ സബ് ഡിവിഷൻ. അന്നത്തെ സമയത്ത് ലോകത്തിലെ തീവ്രവാദം ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ആ ഒരു സ്ഥലം അതിൽ ഉൾപ്പെടേണ്ടതാണ്. ഒരു മനുഷ്യൻ കുടുംബനാഥൻ മരിച്ചു കിടപ്പുണ്ട് വെടികൊണ്ട്. ഭർത്താവ് മരിച്ച കൊണ്ടുകൊണ്ട് ആ ഭാര്യ എന്ത് ചെയ്തു? ആ ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് ദേഹത്തോട്ട് തീ കൊളുത്തി. ആ ഭാര്യ നിന്ന് കത്തുന്നുണ്ട്. 2 കൊച്ചുകുട്ടികൾ അവിടെ നിന്നുകൊണ്ട് കണ്ണുനീരൊഴുകുന്നു. 25,000 രൂപയ്ക്ക് പോയി AK-47 മേടിച്ചു. എന്നിട്ട് തീവ്രവാദിയായി. ഇവൻ AK-47 പുറകിൽ പിടിച്ചുകൊണ്ട് വന്ന് SHOയുടെ പുറകിൽ ഇങ്ങനെ പിൻഭാഗത്ത് AK-47 വെച്ച് എന്നിട്ട് പറഞ്ഞ് എൻ്റെ പേര് ചരൺജിത് സിംഗ് ചന്നി എന്നാണ്. നീ എന്നെ ഒത്തിരി പീഡിപ്പിച്ച്, അതായത് ചെയ്യാത്ത തെറ്റിന് നിന്നെ ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ പോകുന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ശ്രീ കുര്യാക്കോസ് KV 40 വർഷം CRPFൽ ജോലി ചെയ്ത ഒരു മനുഷ്യൻ. ആ 40 വർഷവും സംഘർഷഭരിതമായ കാലഘട്ടങ്ങളായിരുന്നു. പഞ്ചാബിൽ തീവ്രവാദം കത്തുനിന്ന കാലത്ത് പഞ്ചാബിലും, കാശ്മീരിൽ പ്രതിസന്ധികൾ രൂക്ഷമായിരുന്ന കാലത്ത് അവിടെയും, മാവോയിസത്തിൻ്റെ ഏറ്റവും പ്രക്ഷുബ്ധമായ കാലത്ത് ആ പ്രദേശങ്ങളിലും, എന്തിനേറെ അവസാനം മണിപ്പൂർ കലാപകാലത്ത് അവിടെയും ഒക്കെ പ്രവർത്തിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിത കഥകളാണ് പറഞ്ഞു വന്നിരുന്നത്. അത് നമുക്ക് തുടരാം. എത്ര നാളുണ്ടായിരുന്നു പിന്നെ ആ പഞ്ചാബിൽ ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട്? 4 വർഷം ഉണ്ടായിരുന്നു. ഈ 4 വർഷവും ഏറ്റവും സംഘർഷഭരിതമായ സമയമായിരുന്നല്ലോ അല്ലേ? 87 മുതൽ 91 വരെ. 91 ആയപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു ശാന്തമായി തുടങ്ങിയത് അല്ലേ? ശാന്തമാകാൻ തുടങ്ങി. നിങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കാഷ്വാലിറ്റീസും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള പിള്ളേർ പലരും വീരമൃത്യു വരിച്ചിട്ടുണ്ട് അവിടെ. ഒരിക്കൽ നമ്മുടെ അവിടെ പഞ്ചാബിലൊരു പ്രശസ്തമായ ഒരു വാഹന നിർമ്മാണ കമ്പനിയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അവിടുത്തെ 4 മണിക്കുള്ള ഷിഫ്റ്റ് കഴിഞ്ഞ് 24 പേര്. അല്ല, ആ കമ്പനിയുടെ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവിടെ നമ്മുടെ നാട്ടുകാരൻ ഒരാൾ അതിനകത്ത് മരിച്ചതിനകത്തുണ്ട്. ചണ്ഡീഗഡിലേക്ക് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് പോവായിരുന്നു. ആ 24 ജോലിക്കാർ, അതിനകത്ത് കൂടുതലും എൻജിനീയേഴ്സ് ഉണ്ടായിരുന്നു. കൂടുതലും എൻജിനീയേഴ്സായിരുന്നു, ടെക്നീഷ്യൻസ്, ഡ്രൈവർ ഉൾപ്പെടെ 24 പേരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി വട്ടം ഇരുത്തിച്ചു. പിന്നിൽ നിന്ന് വെടിവെച്ച് വന്നു. 24 പേര്, അതെല്ലാം 30 വയസ്സിൽ താഴെയുള്ള. അതിനകത്ത് നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഒരാളുണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ വിവരം അറിഞ്ഞ് ഞങ്ങൾ ഓടി ചെല്ലുമ്പോഴത്തേക്കിന് ഈ 24 പേരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കണ്. രക്തം ഒഴുകി ഒരു 50 മീറ്ററോളം വരെ രക്തം ഒഴുകി കിടക്കുന്നു. രക്തപ്പുഴ എന്ന് പറയുന്ന പോലെ തന്നെ. അവിടുന്ന് പിന്നെ എന്തോ അത് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഇവരുടെ എന്തോ ഇവര് കാശൊക്കെ ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ആദ്യം അദ്ദേഹം കൊടുത്തു, പിന്നീട് കൊടുക്കാൻ വിസമ്മതിച്ചു എന്നതാണ് നമ്മൾക്ക് പിന്നീട് അറിയാൻ സാധിച്ചത്. അതിന് പ്രതികാരം ചെയ്ത ഈ തൊഴിലാളികളോട് അല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത. അങ്ങനെ അവിടെ സത്യത്തിൽ ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ആ സാധാരണ മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തെ എത്ര കണ്ട് ബാധിക്കുന്നു എന്നുള്ളത് അവിടെ വെച്ച് ഞാൻ കണ്ടത്. രാത്രി നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് മുട്ടിയാൽ ആ വാതിൽ അവർ തുറക്കുകയില്ല. മകൻ വന്ന് വാതിൽ മുട്ടിയാലും അപ്പം വാതിൽ തുറക്കുകയില്ല. ഒരു പ്രാവശ്യം ഒരു മഹാരാഷ്ട്രീയൻ പയ്യനാണ് എൻ്റെ കൂടെ തന്നെ സംസാരിച്ചുകൊണ്ട് നടന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഡ്യൂട്ടിക്ക് പോയി അവിടെ കരിമ്പന്തോട്ടത്തിൽ സെർച്ച് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ മുകളിൽ വെടി വന്ന്, പിന്നെ വെടി വരുമ്പോൾ ഉടനെ നമ്മൾ അവിടെ മണ്ണിൽ കിടക്കുന്നു. പിന്നെ അഡ്വാൻസ് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും ഇവർ കുറച്ചു നേരം വെടിവെക്കും, പിന്നെ നമ്മൾ എഴുന്നേക്കോ അല്ലെങ്കിൽ മുന്നോട്ട് നോക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ പിന്നെയും വെടിവെക്കും. നിങ്ങൾ പക്ഷെ തിരിച്ചു വെടിവെക്കുകയല്ലേ? വെക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കിടക്കുന്ന സ്ഥലം അവർക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുമല്ലോ. അപ്പോൾ കരിമ്പന്തോട്ടത്തിൽ കൃത്യമായിട്ട് ഏറ്റുമുട്ടലെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കിയപ്പം മരിച്ചു കിടക്കുമായിരുന്നു. അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേര് മരിച്ചു? ഈ പയ്യൻ മാത്രമേ മരിച്ചുള്ളൂ. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ അത് കഴിഞ്ഞ് ആസാമിന് പോയി. ഓ ശരി, വീണ്ടും തിരിച്ച് കിഴക്കോട്ട്. ആസാമിൽ ചെന്ന് അവിടെ ശിവസാഗർ ഡിസ്ട്രിക്റ്റിലായിരുന്നു. നമുക്കൊത്തിരി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഹിതേഷ് ചർസക്കിയ സാറിൻ്റെ വീടാണ്. വീടിനുള്ള പ്രൊട്ടക്ഷൻ ആയിരുന്നു? വീടും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഉൾഫകളുടെ തീവ്രവാദത്തിൻ്റെ തീവ്രവാദികളെ പിടിക്കുക, അവരെ കൊണ്ടുവരിക. അവിടെ ഞാനൊരു
കുറഞ്ഞ കാലാവധി 3-4 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് UN സെലക്ഷൻ കിട്ടി. യുണൈറ്റഡ് നേഷൻസ് കംബോഡിയയിൽ ഒരു മിഷൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അന്നേരം ഇന്ത്യയിൽ നിന്ന് 104 പേരെ സെലക്ട് ചെയ്ത് ഡോക്യുമെന്റേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒഫീഷ്യൽ പാസ്പോർട്ട് കിട്ടി. ഈ ഒഫീഷ്യൽ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെള്ള കളറുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഇവിടെ ഇമിഗ്രേഷനൊക്കെ ഒത്തിരി സൗകര്യമുണ്ട്, ക്ലിയറൻസ് കിട്ടും. അവിടുന്ന് നമ്മൾ നോംഫനിൽ ചെന്നിറങ്ങി. ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം നോംഫനിൽ വെച്ച് തന്നെ അവിടുത്തെ ഒരു ജപ്പാനി പയ്യൻ, അവൻ NGOസിന് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു. ഈ ക്യാമറിസ്റ്റുകാർ വന്നിട്ട് 2 കണ്ണിലും വെടിവെച്ച് കൊന്നു കളഞ്ഞു. ഇവർക്ക് ഇയാളോട് ദേഷ്യം വരാൻ കാര്യം എന്താ? UN ഇവിടെ ഇലക്ഷൻ നടത്തരുത്. ഓ ശരി. അപ്പോൾ ഈ ഖമർ റൂഷ് അവിടെ ഉണ്ടോ, ഭരണത്തിലുണ്ടോ? ഭരണത്തിലില്ല. ഭരണം അതായത് നാട്ടുരാജാക്കന്മാരുടെ ഭരണം എന്ന് പറയുന്ന പോലെ ഖമർ റൂഷിന്റെ കുറച്ച് ഭരണം, പിന്നെ ഗവൺമെന്റ് ഫോഴ്സിന്റെ കുറച്ച് ഭരണം, പിന്നെ ഓരോ ജില്ലയിലും അവിടുത്തെ പ്രമുഖന്മാരുടെ ഭരണം. അഫ്ഗാനിസ്ഥാനിൽ ഒരു കാലത്ത് നടന്ന പോലത്തെ ഭരണം, ഗോത്ര തലവന്മാരുടെ ഭരണം. അതായത് ഖമർ റൂഷ്, പോൾപോട്ടിന്റെ ഖമർ റൂഷിന്റെ ഭരണം കഴിയുകയും ചെയ്തു, ഒഫീഷ്യലായിട്ട് രാജ്യം മുഴുവൻ ഭരിക്കുന്ന സിസ്റ്റം തീരുകയും ചെയ്തു. എന്നാൽ രാജ്യത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനം വേറെ വന്നുമില്ലാത്തൊരു സന്നിഗ്ധ ഘട്ടമായിരുന്നു അല്ലേ? അതിനുശേഷമാണ് തോന്നുന്നു സിഹാനുക്ക് രാജാവിനെ തിരിച്ചു കൊണ്ടുവരികയും, ആ സമയത്ത് അദ്ദേഹം തിരിച്ചു വന്നോ അവിടെ? ഞങ്ങൾ ചെന്ന് കഴിഞ്ഞു വന്ന്. അത് ശരി. അപ്പൊ അദ്ദേഹം തിരിച്ചു വരുന്നതിന് മുമ്പുള്ള ആ ഇടക്കാലമാണ്. അതായത് ആ സമയം ഏറ്റവും അലമ്പ് പിടിച്ച ഒരു കാലമായിരിക്കും. അതായത് 1975 17 ഏപ്രിലിനാണ് പോൾപോട്ട് റെജീം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പേര് സലോത്ത് സാർ എന്നാണ്. പാരീസിൽ പോയി എഡ്യൂക്കേഷൻ നടത്തിയ ഒരു മാന്യനാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് അത് ഞാൻ 17 ഏപ്രിൽ 1975 ആ ഡേറ്റിനെ 0 ഇയർ ആക്കി ഡിക്ലെയർ ചെയ്തു. കംബോഡിയയുടെ ഹിസ്റ്ററി ഇനി ഇവിടുന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ് 90 ലക്ഷം ജനങ്ങളുള്ള ആ ഒരു രാജ്യത്ത് 30 ലക്ഷം ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത്. 3-1 തീർത്ത് പൈശാചികമായ ക്രൂരമായ രീതിയിൽ. സാർ ഇതിന്റെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളവിടെ ആ കാലം കണ്ടതാണല്ലോ. അത് കഴിഞ്ഞ് ഉടനെയുള്ള ഒരു കാലമല്ലേ? ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരുമായിട്ടാണല്ലോ നിങ്ങൾ ഇടപെട്ടത് കൂടുതൽ അല്ലേ? അന്ന് വെടികൊണ്ടവരും മരിച്ച ആളുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അല്ലേ നിങ്ങൾ നേരിട്ട് കാണുന്നത്? 75 ഇദ്ദേഹം ഭരണം തുടങ്ങി. 79 ജനുവരിയിലാണ് വിയറ്റ്നാം കയറി ഇവരെ ആക്രമിച്ച് ഈ പോൾപോട്ട് ഭരണം അട്ടിമറിച്ച് അവസാനിപ്പിച്ചത്. ഈ 4 വർഷത്തിനോടിടയ്ക്ക് ആദ്യം അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞാൽ നോംഫൻ സിറ്റി ക്യാപിറ്റൽ, തലസ്ഥാനം, അത് മൊത്തം കാലി ചെയ്ത്, അവിടെ താമസിച്ച മനുഷ്യരെ മുഴുവൻ പുറത്താക്കി, സിറ്റി മുഴുവൻ പുറത്താക്കി, അവരെ എല്ലാം ഉൾഗ്രാമങ്ങളിലേക്ക് വിട്ട്. രണ്ടാമത് അദ്ദേഹം ചെയ്തത് ഉള്ള സയന്റിസ്റ്റിനെ മുഴുവൻ പിടിച്ച് വെടിവെച്ച് പോകുന്നു. മൂന്നാമത് എഞ്ചിനീയേഴ്സിനെയും പ്രൊഫസേഴ്സിനെയും മുഴുവൻ വെടിവെച്ച് കൊന്നു. നാലാമത് അധ്യാപകരെ മുഴുവൻ കൊന്നൊടുക്കി. പിന്നീട് ഡോക്ടേഴ്സിനെ. രോഗം വന്നാലും ചികിത്സിക്കാൻ ഒന്നും വേണ്ട. ഇങ്ങനെ ഞങ്ങൾ അവിടെ നോംഫനിൽ ചെന്നിറങ്ങി. അവിടുന്ന് പിന്നെ ഞങ്ങളുടെ ആ ഒരാഴ്ചത്തെ ഞങ്ങളുടെ പേപ്പർ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ വാക്സിനേഷനും എല്ലാം കഴിഞ്ഞ് എന്നെ ആദ്യം പ്രൈവിങ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലേക്ക് വിട്ടു. അവിടെ സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടറിൽ ഞങ്ങൾ ഒരു ദിവസം നടന്നു കഴിഞ്ഞ് കംചമിയ ഡിസ്ട്രിക്റ്റിൽ അവിടെ എന്നെ വിട്ടു. അവിടുത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ ഡെപ്യൂട്ടി കമാൻഡറായിട്ട് എന്നെ അവിടുന്ന് സ്റ്റേറ്റിൽ നിന്ന് അങ്ങോട്ട് വിട്ടത്. അവിടെ ഒരു കമാൻഡർ ഒരു ബൾഗേറിയനായിരുന്നു, പെട്രോ പാൽസ്കോസ്കി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ചെയ്യാൻ പറഞ്ഞു വിട്ടു. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഇംഗ്ലീഷ് ഭാഷയാണോ കൂടുതൽ? അദ്ദേഹം റഷ്യനെ സംസാരിക്കുള്ളായിരുന്നു, കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കും, പിന്നെ ആംഗ്യ ഭാഷ. അവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനവിടെ ചെല്ലുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു അവിടുത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ അതായത് നമ്മളിവിടെ കളക്ടറും SP എന്ന് പറയുന്ന പോലെ, SP നമ്മളുടെ പോലീസിൻ്റെ, കളക്ടർ എന്ന് പറയുന്നത് അവിടെ ഒരു പാകിസ്ഥാനിയാണ്. ഇഫ്തിഖാർ ഷാ എന്ന് പറയുന്ന അവിടുത്തെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിരുന്നു പാകിസ്ഥാൻ. ഇതുപോലെ UN ഡെപ്യൂട്ടേഷനിൽ വന്നതാണ്, UN വേണ്ടി സേവന. അന്നേരം എനിക്ക് ഈ നമ്മുടെ ഇന്ത്യക്കാരൻ ഒരു പാകിസ്ഥാനിയോടെ കളക്ടറുടെ ചാർജിൽ, അന്നേരം ഒരു ബുദ്ധിമുട്ടായി. കണ്ടപ്പം നല്ല സംസാരവും പെരുമാറ്റമൊക്കെ ഒരു ജെന്റിൽമാനായിട്ട് തോന്നി. പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മുടെ ഈ അവിടുത്തെ പ്രോസസ്സിങ് തുടങ്ങി. നമ്മൾ ആദ്യം നമ്മളവിടുന്ന് കുറേ ലോക്കൽ പിള്ളേരെ റിക്രൂട്ട് ചെയ്ത് UN ശമ്പളം കൊടുക്കുമായിരുന്നു. അവരെ ഓരോരോ വീടുകളിലും നമ്മളും കൂടെ പോയിട്ട് ഡേറ്റ തയ്യാറാക്കി. എല്ലാ വീടുകളിലും എത്ര അംഗങ്ങളുണ്ടോ അവരുടെ മുഴുവൻ ഡേറ്റ. അന്നേരമാണ് നമ്മൾ ആ ഞെട്ടിക്കുന്ന വിവരം പുറത്ത് വരും. ഒരു വീട്ടിലും മുഴുവൻ അംഗസംഖ്യയില്ല.
ഒന്നെങ്കിൽ മക്കളില്ല, അല്ലെങ്കിൽ അപ്പനില്ല, അപ്പനും മക്കളും ഇല്ല, അല്ലെങ്കിൽ കുടുംബം മൊത്തം ഇല്ല. ഒരാൾ ചില വീട്ടിൽ ആരുമില്ല. ഈ ഇങ്ങനെ ഇല്ലാതായത് മുഴുവൻ മരിച്ചതാണോ അതോ ഡിസ്പ്ലേസ്ഡ് ആണോ? അല്ല, മുഴുവൻ മരിച്ചു പോയത് തന്നെ. അപ്പോഴത്തേക്കും ഇവരൊക്കെ തിരിച്ചെത്തിയിരുന്നോ? പലയിടത്തേക്ക് ചെതറിച്ച് വിട്ട ഈ പോൾപോട്ടിൻ്റെ ഭരണകാലത്ത് ഇവരെ പലയിടത്തേക്കും ചെതറിച്ച് വിടുകയാണല്ലോ ആദ്യം ചെയ്തത്. കുടുംബത്തെ തന്നെ അച്ഛൻ ഒരിടത്തേക്ക്, അമ്മ വേറൊരിടത്തേക്ക്, മക്കളെ വേറൊരിടത്തേക്ക്, ചിലരെ പണിസ്ഥലങ്ങളിലേക്ക്, ലേബർ ക്യാമ്പിലേക്ക് അങ്ങനെയൊക്കെ വിടുകയും കുറേ പേരെ കൊല്ലുകയൊക്കെയാണ് ആ സമയത്ത് ചെയ്തത് അല്ലേ? അത് കഴിഞ്ഞ് പിന്നീട് നിങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇവരെല്ലാം മിച്ചമുണ്ടായിരുന്നവരെല്ലാവരും തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് എത്തി. അത് വളരെ ഒരു 5% കൂടുതൽ ഇല്ല, അത്രേ ഉള്ളൂ. ബാക്കി ആരും തിരിച്ചു വന്നിട്ട് നോമ്പനിൽ ആ കില്ലിംഗ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു 5-6 ഏക്കറുള്ള അതിനകത്തായിരുന്നു ഇവരെ കൊണ്ട് തന്നെ കുഴി കുത്തിച്ചിട്ട് അപ്പനെ കൊണ്ട് മക്കളുടെ കഴുത്ത് വെട്ടിക്കുമായിരുന്നു. അത് എനിക്ക് ഇതൊരു പ്രാകൃതമായ ഒരു ശിക്ഷാരീതിയായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഓസ്ട്രിച്ചിലൊക്കെ കാണുന്ന അവിടെ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. ജർമ്മൻ പോലീസാണ് വെടിവെച്ചുകൊണ്ടിരുന്നത്. ഈ മക്കളെ കൊണ്ട് അപ്പൻ്റെ കഴുത്ത് വെട്ടിക്കുക, കൂടുതലും പേരൻസിനെ കൊണ്ട് മക്കളെ കൊല്ലിക്കുക, എന്നിട്ട് അവസാനം വരുന്നയാളെ ഇവർ വെടിവെച്ച് കൊല്ലുക. എന്നിട്ട് ആദ്യം ഇവരെ കൊണ്ട് തന്നെ ആ കുഴി, അവിടെ എത്രയോ കുഴി കിടക്കുന്നുണ്ട്, എന്നിട്ട് അതിനകത്തിട്ട് മൂടുക, എന്നിട്ട് അടുത്ത കുഴി ഇവരെ കൊണ്ട് തന്നെ കുത്തിക്കുക. രാവിലെ കൊണ്ടുവരുന്നു, വൈകുന്നേരം വരെയും കുഴി കുത്തിക്കുന്ന, വൈകുന്നേരം ആ കുഴിയിലിട്ട് കൊല്ലുന്നു. കുട്ടികളെ കൊല്ലുന്ന ഒരു മരം അവിടെ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഞാനവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ മ്യൂസിയത്തിലല്ല, ഈ കില്ലിംഗ് ഫീൽഡിൽ തന്നെ ഒരു ഭാഗത്ത് ഒരു മരമുണ്ട്. ഈ കുട്ടികളുടെ തലയടിച്ചു കൊല്ലുന്ന ഒരു മരം. അവിടെ ഒരു സ്കൾ ടവർ. ആ സ്കൾ ടവർ എനിക്ക് തോന്നുന്ന പലയിടത്തും ഉണ്ട്. ഈ പല ജംഗ്ഷനുകളുടെയും ഈ നമ്മുടെ ഈ റൗണ്ട് അബൌട്ടിന്റെ നടുക്ക് വെക്കുന്ന സ്മാരകം പോലെ അവിടെ ഈ തലയോട്ടി നിറച്ച ടവറുകളാണ് സ്കൾ ടവറുകൾ. 91 ആകുമ്പോഴത്തേക്കും 92 ആകുമ്പോഴത്തേക്കും ഈ ആളുകളൊക്കെ തിരിച്ചൊരു സാധാരണ മാനസികാവസ്ഥയിലേക്ക് എത്തിയോ ജനങ്ങൾ? ഇല്ല, എത്തിയിട്ടില്ലായിരുന്നു. നമ്മൾ ഇപ്പം നമുക്കൊരു വീട്ടിലൊരു മരണം നടന്നാൽ വീട്ടുകാർക്കൊരു ശരിക്കും ഷോക്കാണ്. ഈവൻ നമ്മൾ കാണാൻ അവിടെ ചെല്ലുന്നവർക്ക് നമുക്കൊരു പ്രായം ചെല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക്, ഞാനത് പ്രത്യേകം വാച്ച് ചെയ്ത്, അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. ഒരു ഫീലിംഗ് അവർക്ക്, ഒരു വീട്ടിലൊരാൾ മരിച്ചു, അവരത് കണ്ട് എനിക്ക് തോന്നുന്ന മനസ്സെല്ലാം മരവിച്ചു പോയെന്നേ. സ്വന്തം മക്കളെ കൊണ്ട് മാതാപിതാക്കളെ കൊണ്ട് മക്കളെ കൊല്ലിച്ച ഒരു നാട്ടിൽ പിന്നെ അതിനേക്കാൾ കൂടുതൽ എന്താ ഇവർക്ക് സഹിക്കാനുള്ളത്? പിന്നെ ഈ സമയത്ത് ഇവർക്ക് അവർ ഈ നമ്മുടെ ഈ ലൈറ്റിൻ്റെ വെട്ടത്ത് വരുന്ന ഈയല, വണ്ട, പ്രാണി, പട്ടി ഇതിനെയൊക്കെ കഴിക്കുവേ. അന്നേരം ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്നാ നിങ്ങൾ കഴിക്കാൻ തന്നാലും പറഞ്ഞ് 75-79 കാലഘട്ടങ്ങളിൽ ഒരു ആഹാരം കഴിക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു നിവൃത്തിയാവുന്നു. അപ്പോൾ ഈ ലൈറ്റിൻ്റെ വെട്ടത്തോ അല്ലെങ്കിൽ ഈ മഴയത്ത് വീഴുന്ന ഈയല, പിന്നെ ഈ വണ്ട, പട്ടി, കിട്ടിയതിനെല്ലാം കഴിച്ചു പ്രോട്ടീൻ കിട്ടുന്ന എല്ലാ ജീവജാലങ്ങളെയും തിന്നാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടറിൽ നിന്ന് ഒരു കമൻഡേഷൻ, UN-ൻ്റെ ആദ്യത്തെ കമൻഡേഷൻ എനിക്ക് കിട്ടി. ഞാൻ അവിടെ പരിചയമുള്ള ഒരാളെ വിളിച്ചു വെച്ചു, എനിക്കൊരു കമൻഡേഷൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, എന്താ കാര്യം, എന്ത് ചെയ്തതിനാ? അന്നേരം പറഞ്ഞ്, നിൻ്റെ അവിടുത്തെ ആ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഡ്യൂട്ടി വന്ന ആ പാകിസ്ഥാനി ഇഫ്തിഖാർ ഷാ, അയാൾ റിവ്യൂ ചെയ്യാൻ അയാളാണ് പോകുന്നത്, നമ്മൾ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അയാൾ അവിടെ ചെന്ന് റിവ്യൂ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് അയാൾ അങ്ങോട്ട് ഒരു ചെറിയൊരു വിവരണം അങ്ങോട്ട് കൊടുത്ത്, എൻ്റെ ഡിസ്ട്രിക്റ്റിൽ ഒരു ഇന്ത്യനുണ്ട്, എൻ്റെ പേരിതാണ്, ഇവൻ ഞാൻ പോലും ചെയ്യാത്ത ജോലിയാണ് എനിക്ക് വേണ്ടി അവൻ ചെയ്തുകൊണ്ടിരുന്നത്. വെളുപ്പിനെ വന്ന് മൊത്തം ഡേറ്റ തയ്യാറാക്കി പിള്ളേരെ ഓരോരുത്തരെയായിട്ട് അവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇന്ന പോയിന്റ് ഇന്നയാൾ പോകണം, എന്നിട്ട് അവിടുന്ന് പിന്നെ അവരുടെ പുറകെ പോയി ചെക്കും ചെയ്ത് വൈകുന്നേരം വന്നു കഴിഞ്ഞ് അവരുടെ അന്നന്നത്തെ പ്രോഗ്രസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അതുകൊണ്ട് ഇവന് UN-ൻ്റെ ഏറ്റവും നല്ലൊരു ബഹുമതി കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്കെല്ലാം ഭയങ്കര അതിശയമായി, ഒരു പാകിസ്ഥാനി കയറി ഒരു ഇന്ത്യക്കാരനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ആവശ്യം. പക്ഷേ അദ്ദേഹം, ഞാൻ നോക്കിയിട്ട്, ഞാൻ അവിടെ കിടന്നിടത്തോളം സമയം വൺ ഓഫ് ദ ബെസ്റ്റ് ജെന്റിൽമാൻ ഓഫീസർ. ഞങ്ങൾ ഒരിക്കലും പരസ്പരം മറ്റ് പാകിസ്ഥാനെക്കുറിച്ചോ ഇന്ത്യയെക്കുറിച്ചോ മോശമായി ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാനികളും അവിടെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഒരു 6-7 പേരുണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാൻ ആർമിയുടെ ഒരു മേജർ നാസിർ ഉണ്ടായിരുന്നു. ഇവരുടെ ആരുടെ അടുത്ത് അധികം പോവുകയല്ലായിരുന്നു. അത് ഞാൻ എൻ്റെ അടുത്ത് വൈകുന്നേരം വരെ ഞങ്ങൾ കുറച്ച് നേരം മിണ്ടിയും സംസാരിച്ചിരിക്കും, ചായ കുടിക്കും, കുറച്ച് നേരം വല്ലതൊക്കെ കഴിച്ചു. മിക്കവാറും എൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം കഴിച്ചു, അദ്ദേഹം തിരിച്ചു. ഒരു അക്ഷരം അതായത് ഇന്ത്യയെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല.
അതെ, ഞങ്ങൾ രണ്ടും ഇതായിരുന്നു പറയുന്നത്, രണ്ട് രാജ്യങ്ങളും സ്വരുമയിലോ സ്നേഹത്തിലോ പോകുകയാണെങ്കിൽ എത്രയോ നല്ലതാണ്. ഈ കംചമിയ ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം പ്രൊവിൻഷ്യൽ ഹെഡ് ക്വാർട്ടറിൽ നിന്ന് തന്നെ വിളിച്ചു. പിന്നെ അടുത്ത ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് സിത്തോർഗണ്ടാൾ, അവിടെ എന്നും വെടിവെപ്പാണ്, നിന്നെ അങ്ങോട്ട് വിടട്ടെ. അവിടുത്തെ ഒരു യൂറോപ്യനാണ്, അദ്ദേഹം അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ ഖമറൂഷുകാരുടെ എതിരാളികളുമായിട്ടാണോ യുദ്ധം, അതോ ഇവരുടെ ഗ്രാമങ്ങൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ, എന്താണ് ഈ വെടിവെപ്പ് നടക്കുന്നത്? ഖമറൂഷുകാരുമായിട്ടുള്ള വെടിവെപ്പാണ്. ചെന്നപ്പോഴേ അവിടുത്തെ പോലീസ് ചീഫ്, അതായത് സിത്തോർഗണ്ടാൾ ഡിസ്ട്രിക്റ്റിൻ്റെ നമ്മൾ SP എന്ന് പറയുന്നത്, അദ്ദേഹം എന്നെ കാണാൻ വന്ന്, അദ്ദേഹം ഒരു കംബോഡിയൻ ടൈംസിൻ്റെ ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. ഇദ്ദേഹം എൻ്റെ കയ്യിലോട്ട് വന്ന് ഞാനത് മേടിച്ച് എനിക്കൊരു 3-3.5 കിലോ വെയിറ്റ് തോന്നി. ഒന്നാന്തരം ഒരു AK-47. നിങ്ങൾക്ക് ഓൾറെഡി ആയുധങ്ങളില്ലേ? നമുക്ക് അവിടെ UN നമുക്ക് ആയുധങ്ങളില്ല. UN ആർമി കോണ്ടിജന്റിന് മാത്രമേ ഉള്ളൂ ആയുധമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആരാ കൂടെ വരുന്നത്? ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ലായിരുന്നു. ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ തരും. അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും ഒരു അറ്റാക്ക് മൂഡിൽ വരാതെ എപ്പോഴും ഫ്രണ്ട്ലി മൂഡിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആയുധം തരാൻ. UN എപ്പോഴും ഒരു നയജാതിരിയുടെ കാര്യങ്ങൾ ചെയ്യുക, ഒരു കൺഫ്രണ്ടേഷന് പോവില്ല. ഇല്ല. അന്നൊക്കെ UN ഭയങ്കര വിലയുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഇസ്രായേൽ പ്രശ്നം വന്നതോടുകൂടിയാണ് UN വില കുറച്ച് താഴ്ന്നത്. വേറെ ഇദ്ദേഹം AK-47 എൻ്റെ തന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട, നീ വെച്ചോ. വേണ്ട, എന്തെന്ന് വെച്ചോ, നീ ഇതിപ്പോൾ വെച്ചോ, നീ പോകുന്ന നേരത്തെ ഞാനൊരു 3 എണ്ണം കൂടെ തരാമെന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞ് ആവശ്യം വരുമ്പോഴെല്ലാം ഞാൻ ചോദിക്കാം, അന്നേരം എനിക്ക് തന്നാൽ മതി എന്ന്. അന്നേരം ഇച്ചിരി സന്തോഷമായി. അങ്ങനെ അവിടുന്ന് ആ തോക്കുമായിട്ട് പോയി. ആ ഇടയ്ക്ക് ഒത്തിരി മരണവും കൊലപാതകവും ഒക്കെ ഉണ്ടായിരുന്നു. ശത്രുതയിലും ഉണ്ടായിരുന്നു. ആദർശം എന്താ, കൊല്ലുന്നതിന് എന്താ ആദർശമുള്ളത്. അങ്ങനെ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗങ്ങളിലും എന്നും വെടിവെപ്പാണ്. അന്നേരം പ്രൊവിൻഷ്യൽ ഹെഡ് ക്വാർട്ടറിലുള്ളവർക്ക് തലവേദനയാണ്, എന്നും കേസ്. അവസാനം ഞാൻ ഈ പോലീസ് ചീഫിനായിട്ട് എവിടെ വെടിവെപ്പുണ്ടായാലും ഞാൻ അയാളെ വീട്ടിൽ ചെല്ലും. അയാൾക്ക് വണ്ടിയൊന്നുമില്ല, ഞാൻ അയാളെ സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. അയാളെയും കൂട്ടിക്കൊണ്ട് വെടിവെപ്പ് നടന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഈ ആളോട് പറയാം, നിൻ്റെ തന്നെ പിള്ളേരല്ലേ, ഇവരോട് പറയാം ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറ. ഓക്കെ, ഇയാളത് പറഞ്ഞു ഒതുക്കി. ഞാൻ വന്ന് ഇയാളെ ലഞ്ചും എല്ലാം കഴിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവിടും. ഇയാൾക്ക് തോന്നി എന്നെ പരിഗണിക്കുന്നു എന്നുള്ളൊരു നല്ല രീതിയിലുള്ളൊരു തോന്നൽ വന്ന്, ആ തോന്നൽ വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസുകാരെ എല്ലാം നിയന്ത്രിച്ചു. അവർ ശാന്തമായി നല്ല രീതിയിൽ ശാന്തിയായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ സെക്കൻഡ് സ്റ്റേജ് ഞങ്ങൾ ലിസ്റ്റെല്ലാം ഉണ്ടാക്കി, ഇലക്ഷൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞു. ഇതിനിടയിൽ ഈ തൊട്ടടുത്ത ഒരു സ്റ്റേറ്റ് ഉണ്ട്, കമ്പങ്ചാം എന്ന് പറഞ്ഞു. അവിടെ ഈ ഖമറൂഷിൻ്റെ ശക്തി കേന്ദ്രമാണ്, ഭയങ്കര ശക്തി കേന്ദ്രമാണ്. അങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ ഈ കംബോഡിയൻ പോലീസോ ആർമിയോ ഒന്നും കയറുക പോലും ഇല്ല. ഇവർ ഈ ഇലക്ഷൻ നടക്കുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ ഇവരിവിടെ വന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നമ്മുടെ ഈ പ്രൈവിങ്ങിൻ്റെ സിത്തോർഗണ്ടാൾ ഡിസ്ട്രിക്റ്റിൽ പ്രവേശ് ചെയ്തിട്ട് ഈ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ആ സ്പോട്ടിൽ വന്നിട്ട് ഒരു മനുഷ്യനെ പിടിച്ചിട്ട് കഴുത്ത് വെട്ടി തലയായിട്ടങ്ങ് പോയി. നമ്മൾ ഓടിച്ചെന്നപ്പോഴത്തേക്കിനും ഒരു ബോഡി മാത്രം കിടപ്പുണ്ട്, തലയില്ലാതെ പോയി. എന്നിട്ട് തല അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ തെളിവ് കാണിക്കാനാണ്. ഈ രീതിയിലുള്ള ഒരു കൊലപാതക ശൃംഖല ഇങ്ങനെ നടന്നു. അന്നത്തെ അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു നിലവാരമൊക്കെ എങ്ങനെയാണ്? കാരണം ഈ ഭക്ഷണം അല്ലെങ്കിൽ മറ്റ് ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ കൺഫ്യൂഷൻ്റെ ഒരു സമയമല്ലേ, ഒരു ഭരണമില്ല, കൊടിയ ദാരിദ്ര്യമായിരിക്കുമല്ലോ. അന്നത്തെ ഗ്രാമീണരുടെയൊക്കെ സ്ഥിതി എന്താണ്? അന്നത്തെ ഗ്രാമീണരുടെ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ജീവിതമാണ്. ഒന്നാമത് അവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഴിബോംബുള്ള രാജ്യമാണ് കംബോഡിയ, ലോകത്തിൽ. എനിക്കൊന്ന് ഈ ഖമറൂഷ് ഭരണകാലത്താണ് ഈ കുഴിബോംബെല്ലാം ഇട്ടത്? അല്ല, വിയറ്റ്നാം യുദ്ധ സമയത്താണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ അംഗവൈകല്യമുള്ളവരുടെ സംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം കംബോഡിയയാണ്. ഒരു വീട്ടിൽ 5 വീട്ടിൽ ഒരാളെങ്കിലും അംഗവൈകല്യമുള്ളവരാണ്. 5 വീട്ടിൽ എല്ലാവരും. ഒരു 10 വീടെടുക്കൊണ്ടേ 2 അല്ലെങ്കിൽ 3 പേര് കയ്യോ കാലോ ഇല്ലാത്തവരും. മുഴുവൻ ആൻറ്റി പേഴ്സണൽ മൈൻ കുഴിബോംബ് കുഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ആ സമയത്ത് UN ഒത്തിരി നല്ല കാര്യം ചെയ്തായിരുന്നു. ഈ ഫ്രാൻസിൻ്റെ ഒരു മൈൻ ക്ലിയറൻസ് യൂണിറ്റ് കൊണ്ടുവന്നിട്ട് അവർ മണ്ണ് മുഴുവൻ ഇളക്കി പരിശോധിച്ച് വളരെയധികം, എനിക്കൊന്ന് 10,000-10,000 മൈൻസുകൾ തപ്പിയെടുത്ത്. എങ്കിലും ഇനിയും അവിടെ കിടക്കുന്ന കുഴിബോംബുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണും. കൊലപാതകമൊക്കെ ഇവരെ ശ്രമിച്ചു നോക്കി, ഇലക്ഷൻ താറുമാറാക്കാൻ നടന്നില്ല. അവസാനം പോളിംഗ് നടന്നു. പോളിങ്ങിൽ നമ്മുടെ ആ ഡിസ്ട്രിക്റ്റിൽ 99.98% പോളിംഗ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ പറഞ്ഞ ഈ ഖമർ റൂഷിന് പ്രാമുഖ്യമുള്ള സ്റ്റേറ്റിൽ നടന്നിട്ടുണ്ടാവില്ലല്ലോ ഇലക്ഷൻ? ഇല്ല, അവിടെ നടന്നില്ല. അപ്പോൾ ഈ ഇലക്ഷൻ നടന്നത് തന്നെ ഒരു രാജ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ അവരുടെ ആ സ്ട്രോങ് ഹോൾഡിൽ മാത്രം നടന്നില്ല, ബാക്കിയുള്ളിടത്തൊക്കെ നടന്നായിരുന്നു. മൊത്തത്തിൽ രാജ്യത്തൊരു ഇലക്ഷൻ നടന്നു. ചില ബൂത്തുകളിൽ അവർ പ്രശ്നം ഉണ്ടാക്കി, എന്നാലും അവരെയുള്ള മനുഷ്യരെ ഇപ്പുറത്ത് വരുത്തിച്ച് വോട്ട് ചെയ്യിക്കുമായിരുന്നു. അവരുടെ രാജാവൻ നരോഡം ഷിയാനൂക്ക് അന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ മോഹനായിരുന്നു നരോഡം റെൻഡ്രീത്ത്. കംബോഡിയൻ പീപ്പിൾസ് പാർട്ടിയുടെ ഹുൺസെന്നിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ഇലക്ഷൻ ജയിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ചു വന്ന് ഞാൻ അവിടുന്ന് ഡൽഹിയിൽ വന്നു കഴിഞ്ഞ് അരുണാചൽ പ്രദേശിൽ എനിക്ക് അടുത്ത പോസ്റ്റിംഗ് കിട്ടി, ഇറ്റാനഗർ. അവിടെ ഇറ്റാനഗറിൽ ചെന്ന് അവിടെ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു 4-5 ദിവസം നിന്ന് കഴിഞ്ഞ് പിന്നെ ലോവർ സുവൻസറി ഡിസ്ട്രിക്റ്റ്, അത് ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്, ഒരു 200 കിലോമീറ്റർ വരും. പക്ഷേ അത് അതിർത്തി പ്രദേശമാണോ? ലോവർ സുവൻസറി ഡിസ്ട്രിക്റ്റിൽ ചെന്ന് അവിടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടറിലായിരുന്നു നമ്മുടെ ക്യാമ്പ്, അപ്പോളി ജീറോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ ഒരു AD പോസ്റ്റ് ഉണ്ട്, എയർ ഡ്രോപ്പിംഗ് പോസ്റ്റ്, അവിടെ പോകണം. എന്താണ് ഈ എയർ ഡ്രോപ്പിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ? അത് വിമാനത്തിൽ കൊണ്ടുവന്ന് നമുക്ക് റേഷൻ എല്ലാം ഇട്ട് തരും. റേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? നമ്മുടെ അവിടെ ജീവിക്കുന്നവർക്കുള്ളത്, അവിടുത്തെ മനുഷ്യർക്കുള്ളതോ അതോ നിങ്ങളെ പോലീസും പട്ടാളത്തിനും? എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും. അല്ലാതെ അവിടേക്ക് ഗതാഗത സംവിധാനം ഇല്ലേ? ഇല്ല, അതാണ് രസം. ഞാനവിടെ ചെന്ന് എനിക്കിതറിയില്ല, പക്ഷേ അവിടെ ക്യാമ്പിലുള്ള പിള്ളേർക്കൊക്കെ ഇതേക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ടായിരുന്നേ. ആ പോസ്റ്റിൽ പോകണം. എന്നോട് പറഞ്ഞു അവിടെ പോകണം. ഓക്കെ, ശരി, പോകാം. എനിക്കിങ്ങനെ ഈ പുതിയ മേഖലകൾ തപ്പി നടക്കുന്നത് വലിയ ഇഷ്ടമാണ്, കാണുകയും അറിവ് നേടുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഞാനൊരു 24 ഇഞ്ചിൻ്റെ സൂട്ട് കേസിനകത്ത് സ്പോർട്സ് ഷൂവും ട്രാക്ക് സൂട്ടും നടക്കാനും ഓടാനും ഉള്ള സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ച് നേരെ ഒരു ഹവിൽദാർ എന്നോട് വന്ന് പറഞ്ഞു, സാറേ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ല, കാരണം അവിടുത്തെ സ്ഥിതി ഇങ്ങനെയല്ല. ചെല്ലുമ്പോഴേ മനസ്സിലാവും, നമ്മൾ നടന്നാണ് പോകേണ്ടത്. എത്ര ദൂരം? 5 ദിവസം. അതുകൊണ്ട് അതേ തന്നെ പറഞ്ഞ് ഇങ്ങനെയല്ല പോകേണ്ടത്. അദ്ദേഹം അവർ പോയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഐഡിയ ഉണ്ട്. നമ്മൾ കാട്ടിൽ കൂടെ പോകുന്നതിന് ഷൂസ് ഉണ്ട്, അത് വിട്ട് അത്യാവശ്യം കുറച്ച് 1-2 ജോഡി ഡ്രസ്സും ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ അന്ന് ഒരു 7 പേരുണ്ട്. നമുക്ക് പോട്ടർമാരെ തരും, സാധനങ്ങൾ അവർ ക്യാരി ചെയ്തോളൂ. ഒരാൾക്ക് 2 പോട്ടർമാരെ വെച്ച് തരും. അത് പിന്നെ വഴിക്ക് നമുക്ക് ആഹാരം അവരുണ്ടാക്കി തരും. ഞാനിങ്ങനെ നടന്ന് ഒരു 23 കിലോമീറ്റർ വരെ നമ്മുടെ വണ്ടിയെ കൊണ്ട് പാലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടിയെ കൊണ്ട് വിട്ട് അവിടുന്ന് പിന്നെ നടക്കാൻ തുടങ്ങി. ഞാനോർത്ത് മരങ്ങാവട്ട് പള്ളിയിൽ നിന്ന് അതിരമ്പഴിക്ക് പോകുന്ന പോലെ നടന്നു പോയാൽ മതിയെന്ന്. ചെന്ന് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നടപ്പ് മനസ്സിലാകുന്നത്. കൊടും വനം, ഭൂമി ഉണ്ടായപ്പം തൊട്ടുള്ള മരങ്ങളും അവിടെയുണ്ട്. ലോറിയും വഴിയും വാഹന ഗതാഗതവും ഇല്ലാത്തതുകൊണ്ട് ആ മരത്തെ ആരും ഇതുവരെയും ടച്ച് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു ആമസോൺ കാടുകളുടെ പ്രതീതി. സമതലമാണോ? ഇല്ല, ഭയങ്കര കുന്നും മലകളും. എന്നിട്ടിങ്ങനെ നടന്ന് നമുക്ക് വഴിക്ക് വെച്ച് ഈ മുളയുടെ ചെറിയ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചാക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ വാഴയില അവിടെ കിടക്കും. ആഹാരം സ്ഥിരം പോകുന്ന റൂട്ടാണോ ഇത്? അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ പോയവര്. ഈ പോട്ടർമാർക്ക് അറിയാം. അവര് വാഴയിലയുടെ മേൽക്കൂരയും പിന്നെ മുള കീറി അതിൽ കിടക്കും. അരി നദിയിൽ നിന്ന് വെള്ളം എടുത്ത് അതിനകത്തോട്ട് അരിയിട്ട് പിന്നെ കുറച്ച് പരിപ്പും കൂടെ ഇട്ട് വേവിച്ച് അതങ്ങ് കഴിക്കും. ഇങ്ങനെ 5 ദിവസം നടന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തി ഞാൻ അക്കോമഡേഷൻ കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. 4 ചുറ്റിനും ഓരോ മുള നാട്ടിയിട്ടുണ്ട്. ആ മുളയുടെ മുകളിൽ മേൽക്കൂര മുള തന്നെ, വാഴയില കൊണ്ടുള്ള റൂഫിങ്, സൈഡിൽ ചണച്ചാക്ക് കൊണ്ടുള്ള മറച്ച് കെട്ടിയിട്ടുണ്ട്. ഞാൻ കമാൻഡർ ആയതുകൊണ്ട് എനിക്ക് ഇപ്പുറത്തൊരു മുറി, തൊട്ടതിനോട് ചേർന്ന് അപ്പുറത്തൊരു നമ്മുടെ ജവാന്മാർക്കുള്ള ഒരു മുറി. ഓക്സിജൻ അല്ലാതെ വേറെ ഒന്നും അവിടെ കിട്ടാനില്ല. അവിടെ 110 ജനങ്ങളുണ്ട്, 28 വീട്. ആ 28 വീടിനെ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സെറ്റ് വഴി നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുക. ശരിക്കും അവരുടെ ഒരു ഭാഷയൊക്കെ എന്താണ്? ഗോത്രഭാഷ. പക്ഷേ ഹിന്ദി സംസാരിക്കും അവർ. ശരി. അതെങ്ങനെ ഇവർ ഹിന്ദി അറിയുന്നവരായത്? അവിടെ ഈ പട്ടാളം ചെന്ന് പഠിപ്പിച്ചതാണ്. അവിടുത്തെ ആ ഗ്രാമമുഖ്യൻ, നമ്മൾ ചെന്ന് കഴിയുമ്പോഴേ ഗ്രാമമുഖ്യൻ വന്ന് നമ്മളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ഈ അവർ പറയും ചില വനത്തിൽ കൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്കിന് ഇതില്ലേ നമ്മുടെ ചില ഇലകളൊക്കെ നമ്മളിങ്ങനെ പറിച്ച് മടക്കുന്നേരം
അന്നേരം ബോധം കെട്ട് വീഴുമെന്ന് പറഞ്ഞു. ശരി. അത്ര കണ്ട് വിഷം ഉള്ളതില്ല. പിന്നെ ഒരു മരം ഉണ്ടായിരുന്നു അവിടെ. അത് രാത്രി നമുക്ക് ആ മരം പ്രത്യേക ഏകദേശം ഒരു ട്യൂബ് ലൈറ്റ് പോലെ തന്നെ ആ മരം അങ്ങ് തെളിഞ്ഞ് കാണാം. ഞാനതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്ന് മുറിയിലിട്ട് ഒരു 1.5 മാസത്തോളം നമുക്ക് രാത്രിയിൽ ഇരുട്ടത്താണേലും നമുക്കത് വെളിച്ചം കാണാം. അവിടുത്തെ പ്രത്യേകത വെളുപ്പിനെ 4 മണിയാകുമ്പോൾ നേരം വെളുക്കും. വൈകിട്ട് 4-4:30 ആകുമ്പോൾ ഇരുട്ടാവും. ഈ ഗോത്രഗ്രാമം ഇത്രയും അകലെ അവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണെന്നൊക്കെ ഉള്ളൊരു ബോധമുണ്ടോ? അവർക്കറിയാം. അവിടെ ഈ 62-ൽ ചൈനീസ് കയറിയപ്പോഴത്തേക്കിന് ഇവിടുന്ന് കുറേ പെൺകുട്ടികളെ കല്യാണം കഴിച്ചെന്നില്ല, ബലമായിട്ട് പിടിച്ചോണ്ട് പോയി. ആ ബന്ധം അവർക്ക് ഇപ്പോഴും അവിടെയുണ്ട്. ചൈനക്കാരുമായിട്ട് ഇവർ പോകാറുണ്ട്. ഇവർ നമ്മളോട് പറയും ചൈനയ്ക്ക് പോവാണെന്ന് പറഞ്ഞ് പോകും. ഒരു പിറ്റേ ദിവസം വരും. എന്നിട്ട് ഈ ചൈനീസ് പ്രോഡക്റ്റുമായിട്ടാണ് വരുന്നത്. എനിക്ക് അവർ ഉള്ളിൽ കടന്നാണോ ഇനി ഇടയ്ക്ക് മറ്റേ മണിപ്പൂരിൽ മോറേ പോലെ മാർക്കറ്റ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ഏരിയയിൽ അങ്ങനെ പോയിട്ടില്ല. കാരണം പോയി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി രാജ്യത്തിനൊരു തലവേദനയാക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ ഇവർക്ക് ഈ ചൈനയായിട്ട് ബന്ധം അന്നു മുതലുണ്ട് അല്ലേ? അവിടുത്തെ ജനങ്ങൾക്ക് ചൈനയോട് അല്ല ചൈനയിലെ ജനങ്ങളുമായിട്ടുള്ളൊരു പോക്കുവരവൊക്കെ ഉണ്ട്. ഇവർ ചൈനീസ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ടെന്നാണ്. നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ? നമ്മൾ അനുവദിച്ചിട്ടുമില്ല. പക്ഷേ അവരുടെ ആ ഒരു ഗോത്ര രീതി ആയതുകൊണ്ട് അതിനെ ഒത്തിരി നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഇവർ ഈ മൃഗത്തിന്റെ തൊലി ഇവർക്ക് വേട്ടയാടൽ അനുവദിച്ചിട്ടുണ്ട് അവിടെ. ഒരു ബാർട്ടർ സിസ്റ്റം പോലെ ഇവരുടെ കുറച്ച് പ്രോഡക്റ്റ് അങ്ങ് കൊടുക്കും, അവിടെ നിന്ന് പിന്നെ ഈ കസ്തൂരിമാൻ്റെ ഗോറോചന അതൊക്കെ കൊണ്ടുപോയിട്ട് റേഡിയോ, പിന്നെ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ അതെല്ലാം ഇവർ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഒരു ചൈനീസ് ബോർഡറോട് ചേർന്ന ഭാഗങ്ങളാണ് ഇവിടെ. അത് ചൈനീസ് ബോർഡറാണ്. അതായത് ഇവിടെ നമ്മൾക്ക് വേണ്ടി ഇവിടെ അവിടുത്തെ ആ 110 ജനങ്ങളെന്ന് പറഞ്ഞാൽ ഈ സൂര്യനെയും കണ്ടിട്ടുണ്ട്, ചന്ദ്രനെയും കണ്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ക്യാമ്പിലുള്ള മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. അല്ലാതെ ആരെയും കണ്ടിട്ടില്ല. ബാഹ്യമേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഞങ്ങൾ പോരുന്നതിന് അവസാന ഘട്ടത്തിലോട്ട് ഗവൺമെൻറ് കുറേ ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വല്ലപ്പോഴും ഒരു മാസ്റ്റർ വരും, കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു പോകും. ശരി. അല്ലാതെ സ്കൂളോ അങ്ങനെ ഒരു സംവിധാനം ഒന്നുമില്ല അവിടെ? ഇല്ല. അവിടെ റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിമാനത്തെ കൊണ്ടുവന്ന് ഇട്ട് തരുവാണ്. ഒരു വിമാനത്തിൽ ഈ ഡക്കോട്ട പോലെയുള്ള ഒരു ചാക്കിൻ്റെ മുകളിൽ, അന്ന് ചണച്ചാക്കാണ്, ഒരു ചാക്കിൻ്റെ മുകളിലോട്ട് 7 ചാക്കൂടെ പൊതിയും. 8 ചാക്ക് അതിൻ്റെ ഉള്ളിലാണ് അരി കിടക്കുന്നത്. എന്നിട്ട് ഒന്നിനകത്ത് ഒന്നായിട്ട് 7 ചാക്കൂടെ ഒരു മിനിമം സ്ലോ ചെയ്യാൻ പറ്റുന്നിടത്തോളം അവർ ചെയ്തിട്ട് തട്ടി താഴോട്ടിടും. നേരെ ഇവിടുന്ന് ഇപ്പോൾ ഇടുവാണെങ്കിൽ ഒരു കടപ്പളമറ്റത്തൊക്കെയാണ് പോയി റേഷൻ വീഴുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ പോട്ടർമാരെയും കൊണ്ട് നമ്മൾ പോയിട്ട് ഈ റേഷൻ എല്ലാവരും തന്നെ ചുമന്നുകൊണ്ട് വരും. കൊണ്ടുവന്നിട്ട് ഇതെല്ലാം നമ്മൾ അവിടുത്തെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അവർ ആ റേഷൻ, പരിപ്പ്, റേഷൻ, അരി, ഗോതമ്പൊടി അധികമില്ല, അവർക്ക് അരിയാഹാരം ഇത് കഴിക്കുക. പിന്നെ വേട്ടയാടി നല്ല മാംസം കഴിക്കുക. ഇതാണ് അവരുടെ രീതി. പിന്നെ ഈ ഇതില്ലേ നമ്മുടെ ഈ പഞ്ഞപ്പുല്ല്, അത് ഏതാണ്ട് രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുത്ത് അവരൊരു ലിക്വർ പോലെ ഉണ്ടാക്കും. മടുവെന്ന് പറയും. ഇടയ്ക്ക് നമ്മളെയൊക്കെ വിളിക്കും. അവർ വിളിച്ചു കഴിഞ്ഞ് നമുക്കും തരും. നമ്മളത് കഴിച്ചില്ലെങ്കിൽ അവർക്കത് ഭയങ്കര സങ്കടമാണ്. നമ്മൾ നിവൃത്തികേടിൻ്റെ പുറത്ത് നമ്മൾ കുറേയൊക്കെ കഴിക്കും. കാരണം അവരുടെ ആ ഫീലിങ്ങിനെ നമ്മൾ മാനിക്കണമല്ലോ. അങ്ങനെ നല്ല അലർച്ചയിൽ നമ്മുടെ കാവിൽ നിൽക്കുന്ന ചെറുക്കൻ അലർന്ന് കേട്ടേ. സത്യത്തിൽ ഞാൻ ഓർത്ത് ചൈനക്കാർ വന്ന് കാണും. കാരണം നമ്മുടെ എപ്പോഴും മനസ്സിൽ അങ്ങനെ ഒരു പേടിയുണ്ടല്ലോ. ഒരു സ്ത്രീ, അവരുടെ കയ്യിൽ ഒരു തലയുണ്ട്. കാശ്മീരിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏത് സ്ഥലത്താണ് ഡ്യൂട്ടി? ആദ്യം ഞങ്ങൾ ജമ്മുവിലായിരുന്നു, കോട്ട് ബൽവാൽ ജയിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ജയിലുകളിലൊന്നാണ് കോട്ട് ബൽവാൽ. നമ്മൾ IC 814 തട്ടിക്കൊണ്ട് പോയിട്ട് അതിന് പകരം, അതായത് ഇന്ത്യൻ എയർലൈൻസിന്റെ കാഠ്മണ്ഡുവിൽ നിന്നുള്ള ആ വിമാനം തട്ടിക്കൊണ്ടുപോയ സംഭവമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടോ? ഉള്ളിൽ ടണലുണ്ടാക്കി ഒരു 10-12 അടിയോളം താഴ്ചയിൽ അവിടുന്ന് പിന്നെ പാരലായിട്ട് ജയിലിന്റെ ചുറ്റുമതിലിന് പുറത്തേക്ക് പോകാനായിട്ട് വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം വഴി പകുതി തീർന്നായിരുന്നു. ഒത്തിരി പേരെല്ലാം കൂടി വന്നിട്ട് അകത്തുള്ള ഗേറ്റ് പൊട്ടിച്ച്, അത് കഴിഞ്ഞ് വേറൊരു ഇരുമ്പ് ഗേറ്റുണ്ട്, അത് തല്ലി പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് പിന്നെ വെടിവെച്ചു. 100 പേരോളം ഉണ്ട്. സാറിൻ്റെ ക്യാമ്പിൻ്റെ അങ്ങോട്ടാണ് അവരുടെ ഡയറക്ഷൻ. നിങ്ങളുടെ ക്യാമ്പിൽ എത്ര പേരുണ്ടാവും? 17 പേരേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ ഈ 100 പേരെ നിങ്ങൾ ആയുധങ്ങളൊക്കെ ആയിട്ട് അവർ വരുന്നെങ്കിൽ നേരിടാനുള്ള കരുത്തുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വെടിവെച്ച് ഒരു 11:30 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച്. ഒരു 3:30 ആയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചെറുതായിട്ട് ഈ ഷൂസ് ഇട്ട് നടക്കുന്ന ശബ്ദം കേൾക്കാം.